ഇന്നലെ വൈകുന്നേരമാണ് കുമരകത്ത് നിന്ന് വളരെ സങ്കടകരമായ ഒരു വാർത്ത നമ്മുടെ മുൻപിലേക്ക് വന്നത്. കൈപ്പുഴയിൽ കാർ മറിഞ്ഞുണ്ടായ അപകടം അതിന്റെ കാരണം തേടുകയാണ് പോലീസ്. ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചതാണോ എന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും കുമരകം കാണാനെത്തിയ സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. സനോജ് ചേരുകയാണ് നമ്മളോടൊപ്പം കോട്ടയത്ത് നിന്ന്. ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നമുക്ക് സനോജിനോട് ചോദിക്കാം, എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചതെന്ന്, പോലീസ് ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായ നിഗമനത്തിലേക്ക് പോയിരിക്കുന്നതെന്ന്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ് സനോജ്, നമ്മൾ കോട്ടയത്ത് നിന്ന് കുമരകത്തേക്കൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കടന്നു പോകുന്ന വഴിയാണ് കൈപ്പുഴമുട്ട്. അവിടെയാണ് ഇന്നലെ ഈ അപകടം സംഭവിച്ചത്. ഇപ്പോൾ പോലീസ് അതിൻ്റെ ഒരു കാരണം തേടുകയാണ്. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതാണോ ഈ അപകടം ഉണ്ടാകാൻ കാരണം? അതാണോ പ്രാഥമികമായ വിലയിരുത്തൽ? അങ്ങനെയല്ല, ഇതിനെ സംബന്ധിച്ച് പല സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൽ ഒരു കാരണമാണ് ഈ ഗൂഗിൾ മാപ്പ് നോക്കിയാണോ ഇവർ സഞ്ചരിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പരിശോധന. ഇതിൽ ഈ മരണപ്പെട്ട യുവതിയുടെ ഫോൺ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് വെള്ളത്തിൽ വീണതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയത്തില്ലാത്ത വിധത്തിൽ ഓഫായി പോയിട്ടുണ്ട്. അത് പരിശോധിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തായിരുന്നു ഇന്നലെ അപകടം സംഭവിച്ചത്. ഇവിടെ നിന്നും വാഹനം നേരെ ഈ കൈപ്പുഴയിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടിയാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ജെയിംസ് ജോർജും ഈ യുവതിയും നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയത്. അവിടെ നിന്നും അവർ എറണാകുളത്തു നിന്നും റെൻറ്റ് കാർ എടുത്ത്, ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ പാലം കാണാം, എറണാകുളത്തു നിന്നും ഈ പാലത്തിൻ്റെ മുകളിലൂടെ വന്നതിന് ശേഷം യു ടേൺ തിരിഞ്ഞ് ഈ റോഡിലൂടെയാണ് സഞ്ചരിച്ചത്. ഈ റോഡിലൂടെ സഞ്ചരിച്ച് ഇവർ ഒരുപക്ഷെ ഏതെങ്കിലും റിസോർട്ടിലേക്കോ അല്ലെങ്കിൽ ഹൗസ് ബോട്ടിലേക്കോ പോകാൻ വേണ്ടിയുള്ള യാത്രാ മധ്യേയാണ് ഈ വളവ് തിരിയാതെ ഒരുപക്ഷെ നേരെ ഈ പുഴയിലേക്ക് വന്നു വീണത് എന്നാണ് ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിന് ഒരുപക്ഷെ ഈ റിസോർട്ടിൻ്റെ ഗൂഗിൾ മാപ്പ് അവർ ഉപയോഗിച്ചിരുന്നോ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഗൂഗിൾ മാപ്പ് അവർ ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. വഴി പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഈ യു ടേൺ തിരിഞ്ഞ് വന്നതിന് ശേഷം ഈ റോഡിലൂടെ സഞ്ചരിക്കേണ്ട അവർ നേരെ ഈ പുഴയിലേക്ക് പതിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇപ്പോൾ അപ്പുറത്ത് ആ കാറ് കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇന്നലെ ഈ പുഴയിൽ മുങ്ങിയ കാറ് ദീർഘനേരത്തെ തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. ഇപ്പോൾ ഇന്നലെ ചേട്ടനൊക്കെയാണോ രക്ഷാപ്രവർത്തന നേതൃത്വം നൽകിയത്? ഞാൻ രക്ഷാപ്രവർത്തനം നടത്തിയില്ല. അവിടെ നാട്ടുകാർ ഇഷ്ടംപോലെ വെള്ളത്തിലിറങ്ങുകയോ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. നമ്മളിത് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പോക്കത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം ഇങ്ങനെ നടന്നപ്പോൾ ഇവിടെ വീശുകാരൊക്കെ ഉണ്ട്. അവർ സമയം കൊണ്ടാണ് ഈ കാറ് കണ്ടെത്തിയത്. പിന്നെ അവർ ഫയർഫോഴ്സുകാർ വന്നപ്പം നമ്മൾ ഭാഗം കാണിച്ചു കൊടുക്കുന്ന ആ ഭാഗത്ത് നിന്ന് അത് ശാലം കൂടി അങ്ങോട്ട് മാറി തന്നെ നടുഭാഗത്തോട്ട് ഇത് വന്നത്. വീണാലും ചെളിയിൽ തെന്നി താഴ്ചയിലേക്ക് മാറുമല്ലോ ഭാരം കൊണ്ട്. അപ്പോൾ അത് ഫയർഫോഴ്സുകാർ വന്ന് അതിൻ്റെ എയറെല്ലാം വെച്ചുകൊണ്ട് നേരെ താന്ന് ചെന്നപ്പോൾ കുറച്ച് നടുഭാഗത്തായിട്ടാണ്. എത്ര സമയം കൊണ്ട് ഇത് പുറത്തെടുത്തു? മൊത്തത്തിൽ അത് 1 മണിക്കൂർ അടുത്തായിട്ടുണ്ടാവും. കാറ് പൊക്കിയെടുത്ത് വലിച്ചു കൊണ്ടുവന്ന് ഇടിച്ച് പൊട്ടിച്ചാണ് ബോഡി എടുക്കുന്നത്. അപ്പോൾ ആര് മരിച്ചു? അതാണ് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കാറാണ് KL 07 CK 1239 എന്ന നമ്പറിലുള്ള റെൻ്റ് കാറാണ് ഇവർ സഞ്ചരിച്ചത്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിലെത്തിയ ശേഷം അവർ എറണാകുളത്തെത്തി. അവിടെ നിന്നും വാടകയ്ക്ക് ഈ കാർ എടുത്ത് കുമരകത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഒരാൾ മഹാരാഷ്ട്ര സ്വദേശിയാണ്. മരണപ്പെട്ട യുവതി മഹാരാഷ്ട്ര സ്വദേശിയാണ്. ജെയിംസ് ജോർജ് കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹം ദീർഘകാലമായി മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന ആളാണ്. ഇരുവരും സുഹൃത്തുക്കളാണ്. ഈ കുമരകം കാണാനെത്തിയതായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പോലീസ് എന്തായാലും ഈ സംഭവത്തെ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുകയാണ്. കാരണം പല സാധ്യതകൾ ഇവർ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിരുന്നോ സഞ്ചരിക്കാൻ വേണ്ടി, അതായത് ഇവർക്ക് ചെല്ലേണ്ട പ്രദേശത്തേക്കുള്ള സഞ്ചാരപാതയിൽ ഗൂഗിൾ മാപ്പ് ഇവർ ഉപയോഗിച്ചിരുന്നോ എന്നതിനെ സംബന്ധിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേരുടെ അതിദാരുണമായ മരണത്തിനാണ് ഇന്നലെ രാത്രിയോടുകൂടി കുമരകം സാക്ഷിയായത്. മനു. തീർച്ചയായും സനോജ്, അതിൻ്റെ ഇപ്പോൾ അന്വേഷണത്തിൽ പോലീസ് ഇപ്പോൾ നേരത്തെ സനോജ് പറഞ്ഞതുപോലെ പ്രാഥമികമായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി വന്നുണ്ടായ പ്രശ്നമാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു പലതരത്തിലുള്ള സാധ്യതകളും തേടുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പ്രാഥമികമായി വിശദീകരിക്കുന്നത് എന്താണ് ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത്?
ഇന്നലെ പോലീസുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് കുമരകത്താണെങ്കിൽ പോലും ഈ സംഭവ സ്ഥലം ഈ അപകടം നടന്നിട്ടുള്ളത് ആർപ്പൂക്കര പഞ്ചായത്തിലാണ്. ഒപ്പം തന്നെ ഈ സ്ഥലം എന്ന് പറയപ്പെടുന്നത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അതായത് മെഡിക്കൽ കോളേജ് പരിധി ഉൾപ്പെടുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. കുമരകം പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്താണെങ്കിലും ഈ സ്ഥലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം വെച്ചു ഈ പ്രദേശം ഗാന്ധിനഗർ പോലീസിൻ്റെ പരിധിയിലാണ്, ആർപ്പൂക്കര പഞ്ചായത്താണ്. അപ്പോൾ പോലീസുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇവർ എറണാകുളത്തു നിന്നും ഈ കുമരകത്തേക്ക് സഞ്ചരിച്ച് വരികയായിരുന്നു. എറണാകുളത്തു നിന്നും കുമരകത്തേക്ക് സഞ്ചരിച്ച് വരുമ്പോൾ എനിക്ക് മുകളിൽ കാണുന്നത് പാലമാണ്. ഈ അപ്പുറത്തെ ഭാഗത്തു നിന്നുമാണ് ഇവർ യാത്ര ചെയ്തു വന്നത്. പിന്നീട് അവിടെ നിന്നും യു ടേൺ തിരിഞ്ഞ് നേരെ ഇറങ്ങി വന്ന് ഇവർ ഒരുപക്ഷെ റിസോർട്ടിലേക്കോ അല്ലെങ്കിൽ ഈ ഹൗസ് ബോട്ടിലേക്കോ പോകാൻ വേണ്ടിയുള്ള സഞ്ചാരപാതയിലായിരിക്കണം. അവർക്ക് വഴി അറിയാത്തതുകൊണ്ട് ഒരു പക്ഷേ നേരെ വന്ന് വളവ് തിരിയാതെ അവർ ഈ പുഴയിലേക്ക് കാറ് പതിച്ചിട്ടുണ്ടാവാം. ഇനി അതൊരു സാധ്യതയായിട്ട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു സാധ്യത എന്ന് പറയപ്പെടുന്നത് ഏതെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിസോർട്ടിൻ്റെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്തതിന് ശേഷം ഇവർ നേരെ സഞ്ചരിക്കേണ്ട റോഡിലൂടെ പോകുന്നതിന് പകരം ഈ പുഴയിലേക്ക് നേരെ പതിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ഗ്ലാസ് പൂർണ്ണമായും അടച്ച അവസ്ഥയിലായിരുന്നു. അപകടം സംഭവിക്കുമ്പോൾ ഈ ഗ്ലാസ് പൂർണ്ണമായും അടച്ച അവസ്ഥയിലായിരുന്നു. ഈ വെള്ളത്തിനകത്ത് ഇപ്പോൾ സംഭവ സ്ഥലത്തുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഈ വാഹനം കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞത്. അതുവരെ ഈ വെള്ളത്തിനുള്ളിലായിരുന്നു. കരയ്ക്കെത്തിച്ചതിന് ശേഷം ചെളി നിറഞ്ഞ അവസ്ഥയിലായിരുന്നു ഈ വാഹനം. പിന്നീട് ഈ വാഹനത്തിൻ്റെ ഗ്ലാസുകൾ തല്ലി പൊട്ടിച്ചാണ് അകത്തുണ്ടായിരുന്ന 2 പേരെയും പുറത്തെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ 1 മണിക്കൂർ വെള്ളത്തിനുള്ളിൽ കടന്നതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും അവരുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവരുടെ മൃതദേഹമുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം ബന്ധുമിത്രാദികൾക്ക് വിട്ടു നൽകും. ബന്ധുമിത്രാദികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ജെയിംസ് ജോർജ് കൊല്ലം സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കൊല്ലത്തുണ്ട്. എങ്കിലും അദ്ദേഹം ദീർഘകാലമായി കുടുംബസമേതം മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന ആളാണ്. അതിനിടയിലാണ് അദ്ദേഹം സുഹൃത്തുമായി ഇവിടേക്ക് യാത്ര ചെയ്ത് കുമരകം കാണാൻ വേണ്ടി ഇവിടെ എത്തുകയും ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ അപകടം സംഭവിക്കുകയും ചെയ്തത്. മനു. ശരി സനോജാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും അത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ വൈകുന്നേരം നമ്മൾ കേട്ടത്. കുമരകം കാണാനെത്തിയ 2 സുഹൃത്തുക്കൾ അവർ ഈ പുഴയിലേക്ക് വീണ് അപകടം സംഭവിക്കുകയായിരുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതുകൊണ്ടാണോ ആ വഴിക്ക് അവർക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം സാധാരണഗതിയിൽ കുമരകം പോകുമ്പോൾ ആ പാലത്തിൻ്റെ അടിയിലേക്ക് അങ്ങനെ യൂട്ടേൺ എടുത്ത് വരേണ്ട ആവശ്യമില്ല. ഇനി ഏതെങ്കിലും റിസോർട്ടിലേക്ക് പോവുകയായിരുന്നോ, ആ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ പരിശോധിച്ച് വന്നതാണോ, അതോ എളുപ്പ വഴി കണ്ടുപിടിച്ച് കുറുക്ക് വഴി കണ്ടുപിടിച്ച് പോകാനുള്ള ഗൂഗിൾ മാപ്പ് കൊടുക്കുമ്പോൾ ഡെസ്റ്റിനേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും എളുപ്പ വഴി കൂടി കാണിക്കുമല്ലോ, അങ്ങനെ പെട്ടുപോയതാണോ എന്ന വലിയ സംശയമാണ് ഇപ്പോൾ പോലീസിൻ്റെ മുൻപിലുള്ളത്. അത് സ്ഥിരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഏതായാലും ഗൂഗിൾ മാപ്പിനെക്കുറിച്ച് വലിയ തോതിൽ ഇപ്പോൾ പലതവണയായി നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന മനുഷ്യർ അപകടത്തിൽപ്പെടുന്ന വാർത്ത പലയിടങ്ങളിൽ നിന്ന് കാണുന്നത്.